ഒരു ചെറിയ സബ്മറൈൻ 12,000 അടി താഴ്ചയിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് വലിഞ്ഞ് എക്സ്പ്ലോഡ് ആവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2023 അങ്ങനെ ഒരു സംഭവം നടന്നത്. വെൽക്കം ടു ഡേ 10 100 സ്റ്റോറീസ്. ടൈറ്റൻ സബ്മറൈൻ നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഫൈബറും ടൈറ്റാനിയം ഉപയോഗിച്ചിട്ട് വളരെ തിന്നായിട്ടുള്ള രീതിയിൽ 5 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. ഇത് എപ്പോഴും മദർഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സാധാരണക്കാർക്ക് ഒരിക്കലും ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. റിച്ച് ആയ ആളുകൾക്ക് മാത്രമേ ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 2023 ജൂണിൽ 5 പേരടങ്ങുന്ന സംഘം ടൈറ്റാനിക്കിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കാണാനായിട്ട് 12,000 അടി താഴ്ചയിലേക്ക് ടൈറ്റാൻ സബ്മറൈനിൽ പുറപ്പെടുന്നു. താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇരുട്ടായി വരുന്നു. മദർഷിപ്പായിട്ട് എപ്പോഴും കണക്ഷൻ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. 1 മണിക്കൂർ 45 മിനിറ്റ് വരെ കൃത്യമായിട്ട് മദർഷിപ്പായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോ മദർഷിപ്പായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും നഷ്ടമായി. ഈ സബ്മറൈൻ കണ്ടുപിടിക്കാനായിട്ട് തെരച്ചിൽ ആരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കാട്രോഫിക് ഇംപ്ലോഷൻ ആയിരുന്നു. അതായത് ഈ സബ്മറൈൻ പൊട്ടിത്തെറിക്കുന്നതിന് പകരം ഉള്ളിലോട്ട് വലിഞ്ഞ്, പുറത്തു നിന്നുള്ള പ്രഷർ താങ്ങാൻ കഴിയാതെ ഉള്ളിലോട്ട് വലിഞ്ഞായിരുന്നു ഇത് പൊട്ടിത്തെറിച്ചത്. അതും വെറും 48 മില്ലി സെക്കൻഡ് മാത്രമാണ് എടുത്തത്. ഹ്യൂമൻ ബ്രെയിന് വേദന പ്രോസസ് ചെയ്യാനായിട്ട് ഇതിലും കൂടുതൽ സമയം വേണം. അത്ര സമയം പോലും എടുത്തില്ല ഈ ഒരു ഇംപ്ലോഷൻ നടക്കാൻ. അതുകൊണ്ട് തന്നെ അതിലുള്ള ആർക്കും തന്നെ ഒരു വേദനയും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ് ഈ ഒരു ഇംപ്ലോഷൻ സംഭവിച്ചത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ സബ്മറൈന്റെ കുറച്ച് ഭാഗങ്ങൾ കടലിന്റെ പല ഭാഗത്തു നിന്നും കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഈ സബ്മറൈൻ ഒരിക്കലും ഇത്രയും പ്രഷർ താങ്ങാൻ കഴിയില്ല. അത്രയും പ്രഷർ താങ്ങാൻ കഴിയാത്ത രീതിയിലാണ് ഈ സബ്മറൈൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സബ്മറൈൻ കൂടുതൽ താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതിന് ഈ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെയാണ് ഇംപ്ലോഷൻ ആയിട്ട് ഇത് പൊട്ടിത്തെറിച്ചത്.